പുണ്യദർശനം ക്ഷേത്രവാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അയോധ്യയിലെ പുതുക്കിപ്പണിത അന്താരാഷ്ട്ര വിമാനത്താവളം, ശ്രീരാമ കിരീട മാതൃക ചൂടിയ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്തു. കൂടാതെ രാജ്യത്തെ ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിനുകൾ, 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള നവീകരിച്ച റോഡുകൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് നടതുറപ്പ് മഹോത്സവം തുടക്കമാകുന്നത്. തിരുവാതിര നാൾ മുതൽ 12 ദിവസമാണ് ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത്. ജനുവരി 6 രാത്രി 8 നടതുറപ്പ് മഹോത്സവം സമാപിക്കും. ദേവിയുടെ അനുഗ്രഹത്തിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തിരുവൈരാണിക്കുളത്തേക്ക് എത്തുക. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ അമേരിക്കയിലെ ക്ഷേത്രം. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ ചടങ്ങുകളും പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ വാസ്തുവിദ്യയാണ് ഇവിടെയും ഉപയോഗപ്പെടുത്തിയത്. ഭാരതത്തിന് പുറത്ത് കേരള വാസ്തുവിദ്യ തനിമയിലും താന്ത്രിക വിദ്യയിലും പിന്തുടരുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഇത്. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് ശിവഗിരി തീർത്ഥാടന സമാപനം. ഏവർക്കും പുണ്യദർശനം മീഡിയയുടെ പുതുവത്സരാശംസകൾ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് പുണ്യദർശനം മീഡിയയിൽ ക്ഷേത്രവാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി.